എല്ലാവർക്കും ഉമ്മി അന്മിയിലെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുറച്ച് ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ മിക്ക കറികൾക്കും കടുക് ചേർക്കാറുണ്ടല്ലേ. ഈ കടുക് ചേർക്കുന്നത് നമ്മുടെ കറിക്ക് നല്ലൊരു സ്വാദ് കൂട്ടുന്നതിനൊപ്പം നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ചിലരൊക്കെ വെളിച്ചെണ്ണ നന്നായി ചൂടാകുന്നതിന് മുമ്പ് കടുകിടുന്നത് കാണാം. എന്നാൽ കറിക്ക് കൂടുതൽ സ്വാദ് ലഭിക്കുവാൻ വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രം കടുകിടുക. ഇപ്പോൾ ഞാനിതിവിടെ വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം ഞാൻ ഇവിടെ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഈ കടുക് നല്ല പോലെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കറിക്കൊക്കെ നല്ല സ്വാദ് കിട്ടുന്നതിന് ചെറിയ ഉള്ളി നല്ലതാണ്. പിന്നെ ഞാൻ ഈ ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേപ്പിലയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ കറി താളിക്കുന്നതിന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ടാകും. പിന്നെ ഇതൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷം ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മുളക് പൊടി ചേർക്കുന്നത് നമ്മുടെ കറിക്കൊക്കെ നല്ലൊരു കളറ് കിട്ടുന്നതിനും കറിയൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഇതെല്ലാം ചൂടായതിനു ശേഷം ഞാൻ ഈ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറിക്കൊക്കെ നല്ലൊരു സ്വാദും കിട്ടും, കറി കാണാനും നല്ലൊരു ഭംഗി ഉണ്ടായിരിക്കും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് കറി തളിച്ചിട്ടുണ്ടെങ്കിൽ. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഈ ആപ്പിളൊക്കെ സ്കൂളിൽ കൊടുത്തു വിടുമ്പോൾ അത് നമ്മൾ മുറിച്ചിട്ട് കൊടുത്തു വിടുകയാണെങ്കിൽ അവർ കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ആപ്പിൾ കറുത്ത് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഞാനിവിടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ആപ്പിൾ ഒന്ന് നാലായിട്ട് ഫുള്ളായിട്ട് മുറിക്കരുത്, അടിവശം വരെ മുറിക്കരുത്. അടി എത്തുന്നതിന് കുറച്ച് മുമ്പ് വരെ നമുക്കൊന്ന് മുറിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ്. ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് അഴിഞ്ഞു പോവുകയില്ല. നമ്മൾ കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ആപ്പിൾ കറുത്തും പോവുകയില്ല. ഇത് നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടെ ഒരു നൂല് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സൂചി എടുത്തിട്ടുണ്ട്. നമ്മൾ മിക്കവർക്കും ഈ ചെറിയ സൂചിയിലൊക്കെ നൂല് കോർക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണിത്. ഞാനിവിടെ ഒരു പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഏത് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല. ഈ പേസ്റ്റ് ഞാൻ കുറച്ച് എൻ്റെ കയ്യിലേക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ നൂലിൻ്റെ അറ്റത്ത് ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പേസ്റ്റ് തേക്കുമ്പോൾ ഈ നൂല് നല്ലൊരു സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സൂചി എടുത്തിട്ടൊന്ന് കോർത്ത് നോക്കാം. നല്ല ഈസി ആയിട്ട് നമുക്ക് ഈ നൂല് കോർക്കാൻ പറ്റുന്നുണ്ട്. സൂചിയിൽ നൂല് കോർക്കുന്ന വേറൊരു ടിപ്പ് ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കാം. ഇനി അടുത്തതായിട്ട്, മുട്ട പുഴുങ്ങുമ്പോൾ പൊട്ടിപ്പോകുന്നത് പലരും നേരിടുന്ന പ്രശ്നമാണ്. ഇനി മുതൽ മുട്ട പുഴുങ്ങുമ്പോൾ അതിൽ അല്പം എണ്ണ ഒഴിച്ചാൽ മുട്ട പൊട്ടുന്നത് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ അതേപോലെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പുഴുങ്ങിയെടുത്ത മുട്ടയാണിത്. ഒട്ടും പൊട്ടിപ്പോയിട്ടൊന്നുമില്ല. നമ്മൾ വളരെ ഈസി ആയിട്ട് മുട്ടയുടെ തൊലിയൊക്കെ പൊളിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണിത്. ഞാനിവിടെ ഇതുപോലത്തെ ഒരു ഐസ്ക്രീമിൻ്റെ ടിൻ എടുത്തിട്ടുണ്ട്. ഏത് ടിന്നായാലും നമുക്ക് എടുക്കാം. ഒരു അടപ്പുള്ളൊരു ടിൻ വേണം എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ മുട്ട ഒരെണ്ണം ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ മുട്ടയുടെ തൊലിയൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ ഞാൻ എല്ലാ മുട്ടയും ഒന്നിച്ചിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കുകയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് മുട്ടയുടെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും. ഇത് നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തതായിട്ട്, നമ്മുടെ വീട്ടിലുള്ള ഈ സ്റ്റീൽ ടാപ്പുകളൊക്കെ കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ ഇതേപോലെ അഴുക്കൊക്കെ പിടിച്ച് തുരുമ്പൊക്കെ പിടിച്ചതുപോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ തുരുമ്പൊക്കെ കളയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണിത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു പേസ്റ്റ് എടുത്തിട്ടുണ്ട്. വൈറ്റ് കളറിലെ കോൾഗേറ്റ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ പേസ്റ്റ് ഞാൻ ഈ ടാപ്പിൻ്റെ മുകളിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ പേസ്റ്റ് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊരു 5 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഞാനിത് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകി കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി കഴിഞ്ഞപ്പോൾ നമ്മുടെ ടാപ്പ് നല്ല പോലെ വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ടാപ്പിനേക്കാളും നല്ലൊരു ഷൈനിങ് ഒക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ടാപ്പ് കറകളൊക്കെ അഴുക്കുകളൊക്കെ പോയിട്ട് പുതിയതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ കറ പിടിച്ച ടാപ്പുകളൊക്കെ ഉള്ളവർ, സ്റ്റീലിൻ്റെ ടാപ്പുകളൊക്കെ ഉള്ളവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഇതും നല്ലൊരു ടിപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇനി അടുത്തൊരു ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്.
നല്ല സവാളയൊന്നും വേണമെന്നൊന്നുമില്ല, ചെറുതായിട്ട് ചീത്തയായ സവാള ആയാലും മതി. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു സോപ്പാണ്. ഈ സവാള ഞാൻ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ സവാള ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ സോപ്പും ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. ആ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഈ സോപ്പിൻ്റെ ഒരു ചെറിയ ഭാഗം ഇതിലേക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡെറ്റോളാണ്. ഒരു മൂടി ഡെറ്റോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പല്ലികളും ചെറിയ ഈച്ചകളും ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉള്ളൊരു സ്ഥലത്ത് നമുക്ക് അതിൻ്റെയൊക്കെ ശല്യം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പം നമ്മളിവിടെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഒരു ബോട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് പല്ലികളുടെ ശല്യമൊക്കെ കൂടുതലുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഇത് ഒഴിച്ചൊന്ന് തുടച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കൗണ്ടർ ടോപ്പിൽ എനിക്കിത് ഈ സിങ്കിൻ്റെയൊക്കെ അടുത്ത് ചെറിയ ചെറിയ പ്രാണികളുടെയൊക്കെ ശല്യം കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് ഒഴിച്ചൊന്ന് തുടച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തും ഒക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. പല്ലികളും പ്രാണികളും ചെറിയ ഈച്ചകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണിത്. ഞാൻ ചെയ്ത് നോക്കിയതാണ്. എനിക്ക് ഈ സിങ്കിൻ്റെ അടുത്തൊക്കെ ഉള്ള ഈച്ചകളുടെ ശല്യമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പല്ലികളെയൊക്കെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു സൊല്യൂഷനാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിതിൽ സോപ്പും പിന്നെ ഡെറ്റോളും ഒഴിച്ചത് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും നമ്മൾ ഇത് വെച്ച് തുടച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ഇത് ഒരു സ്പ്രേ ബോട്ടിലാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ നമുക്ക് പല്ലികൾക്ക് കൂടുതൽ ശല്യമുള്ള കബോർഡിൻ്റെ അകത്തും പിന്നെ നമ്മുടെ കർട്ടൻ്റെ പുറകിലേക്ക് ഇത് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്ന് പറഞ്ഞ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായി എങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.